ഹേയ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു പുതിയ സിനിമ കാണാൻ പോയിരുന്നു ഞാൻ. മാജിക് മഷ്റൂം നമ്മുടെ നാദർഷ ഡയറക്റ്റ് ചെയ്തിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന ഒരു മൂവിയാണിത്. ഇതൊരു ഫാന്റസി കോമഡി മൂവിയാണ്. ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ നല്ല മൂവിയാണിത്. 2.5 മണിക്കൂറാണ് മൂവിയുടെ ലെങ്ത് വരണത്. അപ്പോൾ മൂവി മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ മൂവിയുടെ സ്റ്റോറി റൈറ്റ് ചെയ്തിരിക്കുന്നത് ആകാശാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യണത് അഷ്റഫ് ആണ്. മെയിനായിട്ട് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അവനാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരണത്. പിന്നെ ഹീറോയിനായിട്ട് മീനാക്ഷി ദിനേശ് ആണ് വരുന്നത്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ ഉണ്ട്, അബിൻ ബിനോ ഉണ്ട്, ഒതളങ്ങിയ തിരുത്തിലുള്ള ആ പയ്യൻ, പിന്നെ ഹരിശ്രീ അശോകൻ ഉണ്ട്, അജു വർഗീസ്, പൂജ മോഹൻരാജ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ജോണി ആന്റണി, ബോബി കുര്യൻ, ഇടുക്കി ജാഫർ, ഷമീർ ഖാൻ, ബിജു കുട്ടൻ, അവരൊക്കെയാണ് ഇതില് കുറെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തത്. അവരൊക്കെ ക്യാരക്ടേഴ്സ് എടുത്തു പറയേണ്ടതാണ്. ഒരു നാട്ടിൻ പ്രദേശത്തൊക്കെ വളർന്ന ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ കഥ പോലെയാണ് ഈ മൂവി പോകുന്നത്. ഈ കട്ടപ്പനയിലെ ഹൃദയഭക്ഷണൊക്കെ പോലെ അങ്ങനെ ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ, പ്രണയം, നാട്ടുകാരായിട്ടുള്ള കുറെ കാര്യങ്ങൾ, കുറെ ഫണ്ണായിട്ടുള്ള കോമഡി, അവനുള്ള നാട്ടിലെ കുറച്ച് ഫ്രണ്ട്സ്, ഒരേ പ്രായത്തിലില്ലാണ്ട് പല പല ഏജിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ നമുക്ക് നാട്ടിൽ, അതേപോലെ അങ്ങനെ രസകരമായിട്ടുള്ള കുറെ നാട്ടിൻപുറത്തെ ഒരു ചെറുപ്പക്കാരന്റെ കഥയായിട്ടാണ് മൂവി അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ മൊത്തത്തിൽ ഒന്ന് റീഫ്രഷ് ആവും. നല്ല നല്ല കോമഡി ഉണ്ട്, നല്ല ഹ്യൂമർ ആയിട്ടുള്ള കോമഡീസ് ഒക്കെ കുറെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി ഇവന്റെ കൂടെ ആക്ട് ചെയ്യണവന്റെ ഫ്രണ്ട്സായിട്ട് ആക്ട് ചെയ്യണവരും അങ്ങനെ കുറെ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല, ഒരു പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് കോമഡീസ്, കുറെ ഹ്യൂമർ ആയിട്ടുള്ള കോമഡീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു മൂവിയാണ്. പിന്നെ ഈ നാദർഷിയും വിഷ്ണു ഉണ്ണികൃഷ്ണനും കോംബോയും അറിയാലോ. ഇവരുടെ മൂവീസ്, മുന്നിറങ്ങിയ മൂവീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ സ്റ്റോറി ഭയങ്കര വലിയ സ്റ്റോറി അല്ല, ഒരു സിമ്പിൾ സ്റ്റോറി ആയിരിക്കും. പക്ഷെ അതിൽ അവർ അത്യാവശ്യം നന്നായിട്ട് ഫണ്ണും എന്റർടൈൻമെന്റും കോമഡി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഒരു ന്യൂ ജനറേഷനിൽ ട്രെൻഡായി വരുന്ന പല കാര്യങ്ങളിൽ ഈ ChatGPT, പ്രണയബന്ധത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ മൂവിയിൽ കുറെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മൂവി അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഫണ്ണാണ്, ഒരു കോമഡി മൂവിയാണ്. നല്ല കോമഡീസ് ആണ്. നല്ല നമ്മൾ പോയി കണ്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു റിഫ്രഷ്മെന്റ് ഫീലാണ്. കുറെയൊക്കെ നമ്മൾ ചിരിക്കും തിയേറ്ററിൽ ഇരുന്നിട്ട്. ഞാൻ ഇങ്ങനെ തിയേറ്ററിൽ മൂവി കാണുമ്പോൾ ഇങ്ങനെ ഓഡിയൻസിനെയൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ എല്ലാവരും നല്ല കോമഡീസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ചിരിയാണ്. ഇപ്പൊ നമ്മൾ മൂവി ഈ TV-യിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരുന്ന് കാണുന്ന പോലെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അവിടെ ഓഡിയൻസ് ചിരിക്കുമ്പോൾ നമ്മൾ അതിനൊപ്പം നല്ല പോലെ നമുക്ക് കൂടുതൽ ചിരി വരും. അപ്പോൾ ഓഡിയൻസിന്റെ ആ ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ, പലതരത്തിലുള്ള ഓഡിയൻസ് ഉണ്ടല്ലോ നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ. അപ്പോൾ അവരുടെയൊക്കെ എന്നിട്ട് റെസ്പോൺസ് എങ്ങനെയാന്നൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ ഏറ്റെടുക്കുന്ന ഒരു മൂവി പോലെയാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഒരു ഫൺ എലമെന്റ് വർക്കൗട്ട് ആവും. അങ്ങനെയാണ് ഈ മൂവി എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ മൂവി ഫാമിലി ആയിട്ട്, ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ നമുക്കൊക്കെ പോയി കാണാം. ലൈഫ് അങ്ങനെ തിരക്കിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടെൻഷനും അങ്ങനെ ജോലിഭാരവും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു വീക്കെൻഡിൽ ഫാമിലി ആയിട്ട് ഈ ഒരു മൂവിക്ക് പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പൈസ നഷ്ടമാവില്ല. എന്തായാലും തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് മൂവി കണ്ടിട്ട് വരാം. ഇടയ്ക്ക് ഇങ്ങനത്തെ കോമഡി, ഫാന്റസി, ഫണ്ണായിട്ടുള്ള മൂവീസ് ഒക്കെ പോയി കാണാൻ നല്ല രസമാണ്. എന്നുവെച്ചാൽ എപ്പോഴും ഈ ഫൈറ്റും ചോരയും കത്തിയും വെടിവെപ്പൊക്കെ കണ്ടുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കൊരു ചേഞ്ചിന് ഇങ്ങനെ കോമഡി മൂവീസ്, ജോണർ മാറ്റി പിടിക്കണ്ട. സ്ഥിരം നമ്മൾ മുന്നേ കണ്ടുവരുന്ന മൂവീസിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, കുറെ എക്സ്പെരിമെൻ്റലായിട്ടും കുറെ കിടിലം പുതിയ മൂവീസൊക്കെ മലയാളത്തിൽ ഇങ്ങനെ കൂടുതൽ വരുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷമാണ്. നമ്മുടെ മലയാളത്തിൽ ഇങ്ങനത്തെ മൂവീസൊക്കെ വരുന്ന കാണുമ്പോൾ. അപ്പോൾ പല ടൈപ്പ് ജോണറുള്ള മൂവീസ് നമ്മൾ അതിൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്യണം. ഏതൊരു ജോണറിൽ വരണ മൂവീസ് ആയാലും അതിന് നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. പുതിയ പുതിയ മൂവീസൊക്കെ കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്, വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും പുതിയ നല്ല നല്ല മൂവീസ് വരട്ടെ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷയില്ലാണ്ട് പോയതാട്ടോ ഈ മൂവി. ഞാനങ്ങനെ എന്നിട്ട് ആ മൂവീസ് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ മൂവി ഇറങ്ങിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് പോണത്. അപ്പോൾ മൂവി കാണാൻ പോകാൻ നോക്കിയപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ മൂവി. അപ്പോൾ അവരുടെ മൂവീസ് നല്ല അത്യാവശ്യം കോമഡി ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നിട്ട് മുന്നേ ഈ കട്ടപ്പനയിലെ ഹൃതിക് റോഷനൊക്കെ നമ്മൾ കുറെ കണ്ട് ചിരിച്ചതാണ്. അപ്പൊ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും പോയി നോക്കാം. ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റലായിട്ട് പോയതാണ് ഞാൻ. അങ്ങനെ കുറെ പ്രതീക്ഷയോ അതിന്റെ ട്രെയിലർ പോലും വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചുമ്മാ ഒന്ന് പോയി നോക്കി. അപ്പോ എന്തായാലും ഫണ്ണാണ്, കോമഡിയാണ്. ഞാൻ അത്യാവശ്യം ചിരിച്ച് കുറച്ച് ഹാപ്പി ആയിട്ടാണ് മൂവി കണ്ടപ്പോൾ ഞാൻ തിരിച്ചിറങ്ങിയത്. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്, മൈ ഒപ്പീനിയൻ. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ മൂവിനെ കുറിച്ച് പറയാനുള്ളത്.
അപ്പൊ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. ബൈ.